പാളയം പള്ളിയിൽ നിന്ന് നമ്മുടെ സുനിഷ ചേരുന്നുണ്ട്. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിര കുർബാനയ്ക്ക് നേതൃത്വം നൽകും. സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ, എന്തായി കാര്യങ്ങൾ അവിടെ? ആദ്യം തന്നെ 3 പേർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഈ പറഞ്ഞതുപോലെ തിരുപ്പിറവി ആഘോഷത്തിനായി നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റെല്ലാ പള്ളികളിലെയും പോലെ തലസ്ഥാനത്തെ എല്ലാ പള്ളികളിലും പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയാണ് മുഖ്യ കാർമ്മികത്വം നൽകുന്നത്. പക്ഷേ ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. 11:30 ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മറ്റ് കത്തീഡ്രലുകളിലടക്കം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ചിലയിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ റോഷിപാൽ ഈ ലൂർദ് ഫെറോന പള്ളിയിൽ നിന്ന് കാണിച്ചു തന്നിരുന്നു. ഒപ്പം തന്നെ പട്ടം സെന്റ് മേരീസിലും അതേ രീതിയിൽ തന്നെ കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പ് ക്ലിമിസ് ബാവയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുന്ന കാഴ്ചയും കണ്ടു. ഏതായാലും പാളയത്തെ ഈ സെന്റ് ജോസഫ് പള്ളിയിലേക്ക് എത്തിയാൽ ഇതാ ഇങ്ങനെ വലിയ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെന്നുള്ളതാണ്. പറയുന്നത് പോലെ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങളാൽ എല്ലാം തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുഖരിതമാക്കിയിട്ടുണ്ട് ഈ പാളയം പള്ളി എന്നുള്ളത് തന്നെയാണ്. ഉണ്ണിയേശുവിന്റെ പിറവിക്കായി ഏതായാലും വിശ്വാസികൾ കാത്തു നിൽക്കുകയാണ് എന്നതാണ്. ആദരസൂചകമായാണ് ഉണ്ണിയേശുവിന്റെ ജനനത്തോടുള്ള ആദരസൂചകമായാണ് ഈ പാതിര കുർബാനയൊക്കെ നടത്തുന്നത്. ഈ 11:30 തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളതാണ്. നിരവധി വിശ്വാസികളാണ് ഈ പള്ളിയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിലേക്ക് കാണാം 11:30 പാതിര കുർബാനയുള്ളത്. അതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ എന്നതാണ്. നിരവധി പേർ ഇപ്പോഴും എത്തുന്നുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട് കേട്ടോ ആഘോഷം? നല്ല ആഘോഷമാണ്. എല്ലാവരും ചിലർക്ക് പറയാനൊക്കെ മടിയുണ്ട്. എല്ലാവരും പ്രാർത്ഥനയുടെ ഭാഗമായിട്ടൊക്കെ വന്നതാണ്. ഈ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി പ്രാർത്ഥനകളൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയാണ് മുഖ്യ കാർമ്മികത്വം നൽകുന്നത്. 11:30 തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ്. പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് ശുശ്രൂഷ ചടങ്ങുകൾക്ക് കൂടി കടക്കുമെന്നതാണ്. ഒരുപക്ഷെ പാളയം പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇതേ രീതിയിൽ ഇതാ എപ്പോഴും ഇങ്ങനെ വർണ്ണാഭമായി നിൽക്കുന്ന, വെളിച്ചത്താൽ നിൽക്കുന്ന ഒരു പള്ളിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ക്രിസ്മസ് ആഘോഷത്തിനായി പള്ളി പൂർണ്ണമായും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. അത്തരത്തിൽ പ്രാർത്ഥനാ മുഖരിതമായി ഈ പള്ളി മാറുന്നു എന്നതാണ്. ഒരുപക്ഷെ നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. ഈ മതപരമായ പ്രാധാന്യത്തിനപ്പുറം എന്നതിൽ കവിഞ്ഞുകൊണ്ട് യേശു പഠിപ്പിച്ച സ്നേഹം, ക്ഷമ, അനുകമ്പ തുടങ്ങി അങ്ങനെ എല്ലാ മൂല്യങ്ങളും, സാർവത്രിക മൂല്യങ്ങളും ഈ ദിവസം ഉൾക്കൊള്ളുന്നു എന്നൊരു വിശ്വാസം കൂടിയാണ് ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ സഹനത്തിന്റെ, സഹാനുഭൂതിയുടെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ എല്ലാം ഒരു ആഘോഷമായി ഈ ക്രിസ്മസ് ആഘോഷം മാറുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലൊക്കെ തന്നെയും ഉറങ്ങാതെ ഇവരിങ്ങനെ ഈ നൊയമ്പ് മുറിക്കുന്ന ഒരു ചടങ്ങടക്കം, നാളെ ഈ നൊയമ്പ് മുറിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ 12 മണിക്ക് പാതിര കുർബാന കഴിഞ്ഞതിന് ശേഷം ഈ കേക്കും വൈനും ഒക്കെ കഴിച്ചുകൊണ്ട് ആ ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ചേട്ടാ, ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ചടങ്ങുകൾ പാതിര കുർബാന തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാണ് നാളെ, ഇപ്പൊ എങ്ങനെയാണ് ആഘോഷത്തിന്റെ രീതി? എങ്ങനെയാണ് നാളത്തെ ആഘോഷം? സാധാരണ എല്ലാ വർഷവും നടക്കും പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ മതസൗഹാർദ്ദമാണ് നമ്മളെ ഏറ്റവും വലിയ മുഖമുദ്ര. അതുപോലെ നടക്കണം. ഞാൻ ഹിന്ദുവാണ്. പള്ളി വരും. എല്ലാ ഹിന്ദുക്കളും ഇതുപോലെ എല്ലാവരും ഒരേ കണക്ക് തന്നെ ആചരിക്കണം. നല്ല സുഹൃത്തുക്കളാണോ? തീർച്ചയായിട്ടും 3 നല്ല സുഹൃത്തുക്കളാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും പോലെ ഇപ്രാവശ്യം നന്നായിട്ട് ആഘോഷിക്കുകയാണ്. റഷ്ടി, ഒരുപക്ഷെ ഈ പാളയം പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ 3 മത സൗഹാർദ്ദം എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഇവിടെ പാളയത്തെ ഒരു കേന്ദ്രം സംബന്ധിച്ചിടത്തോളം തന്നെ പറയുകയാണെങ്കിൽ പാളയം പള്ളി, 2 പള്ളികൾ, ഒപ്പം തന്നെ അമ്പലം, അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഏരിയ തന്നെ ആയി മാറിയൊരു സ്ഥലമാണ് പാളയത്തെ സംബന്ധിച്ചിടത്തോളം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിനിടയിലാണ് ഈ ക്രിസ്മസ് ആഘോഷം വരുമ്പോൾ ഇവരിങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ, ഈ സ്നേഹത്തിന്റെ, ഈ സാഹോദര്യത്തിന്റെ ഒക്കെ, ഈ പറയുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഈ വചനം പോലെ ഇങ്ങനെ പ്രാർത്ഥനയും ആഘോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകളുടെയൊക്കെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റോഷിപാൽ അവിടെ നിന്ന് ചേർന്നപ്പോൾ അവിടെ ജനപ്രതിനിധികളൊക്കെ ചേരുന്നുണ്ട് ചടങ്ങിൽ. ഈ പാളയത്ത് എന്താണ് അവസ്ഥ? അവിടെ ആരെങ്കിലും ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ടോ സുനിഷ?
റോഷ്നി, നിലവിൽ ഏതായാലും ജനപ്രതിനിധികൾ എത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ നിലവിൽ അങ്ങനെ ആരും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ അവിടെ കർദിനാളിന് സ്വീകരണം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ തന്നെയും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഇവിടെ ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കുഞ്ഞു കുട്ടികളടക്കം ഇങ്ങനെ വന്ന് ഈ ആഘോഷത്തിൽ ഇങ്ങനെ ചേരുകയാണ് എന്നുള്ളതാണ്. ഈ പള്ളിക്ക് മുന്നിലായി ഒരുക്കിയിട്ടുള്ള ഈ പുൽക്കൂടിന് മുന്നിൽ ഇങ്ങനെ കുഞ്ഞു ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാവരും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വലിയൊരു കാഴ്ച, നല്ല ഭംഗിയേറിയ കാഴ്ചയായി മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയൊരു ആഘോഷത്തിലേക്ക് കടക്കുന്നു. തലസ്ഥാനവും അതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മൾ നേരത്തെ സുനിഷയോട് ക്രിസ്മസ് ആശംസകൾ പറഞ്ഞിട്ടില്ല, പക്ഷെ സുനിഷ നമുക്ക് ക്രിസ്മസ് ആശംസ പറഞ്ഞിരുന്നു. സുനിഷയ്ക്ക് എന്തായാലും ഒരു ക്രിസ്മസ് ആശംസ. സുനിഷയെ കണ്ടപ്പോഴേ ഒരു കാര്യം, നമ്മൾ ഈ സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലേ ഈ കളർ, അതായത് റെഡും വൈറ്റും എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കാണുമ്പോൾ. പക്ഷെ ഇപ്പൊ ട്രെൻഡ് മാറി എന്നുള്ളതാണ്. സുനിഷ കണ്ടോ പച്ച ഇട്ടിട്ടാവും, മൊത്തം ലൈറ്റ് ആണ്. അപ്പൊ ആ ലൈറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്നതായിരിക്കും. ഈ ന്യൂജൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു. നമ്മൾ എല്ലാറ്റിലും പുതുമ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഒരു പുതു മത്സരത്തിലേക്കൊക്കെ കടക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ചില പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു പുതുമ കണ്ടെത്തുക. അതെ, ഫ്രഷ് ആവാൻ ഇറങ്ങിയതാണ് സുനിഷ, അല്ലേ സുനിഷ? തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ചുവപ്പും വെള്ളയൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഒരു വെറൈറ്റി പിടിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പച്ചയായിട്ട് വന്നത്. പിന്നെ ഏതായാലും സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്മസ് ഇപ്പോൾ പുൽക്കൂട് നോക്കിയാൽ പോലും നമുക്ക് പച്ച കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പച്ച ഡ്രസ്സിൽ തന്നെ എത്താമെന്ന് കരുതി ആകെ മൊത്തത്തിൽ നമുക്ക് ക്രിസ്മസിന്റെ ഒരു ഫീൽ എല്ലായിടത്തിലും വരുത്താമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വേഷത്തിൽ വന്നത്. എന്ത് ചോദ്യത്തിനും സുനിഷയുടെ കയ്യിൽ ഉത്തരവുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിര കുർബാനയ്ക്ക് നമുക്ക് നേതൃത്വം നൽകുന്നത്. അവിടെ സുനിഷ അയ്യലൂരാണ് അവിടെ നിന്ന് കളർഫുള്ളായിട്ട് നമുക്ക് വിശേഷങ്ങൾ പങ്കുവെച്ചത്.